എന്തിനാണെന്നൊക്കെ ഓർക്കും. അയ്യോ ഇത് ലീക്കായി, ഇത് ഈഗോയുടെ പുറത്ത്. നിങ്ങൾ ഞെട്ടിത്തരിക്കും. ചിക്കൻ നഗ്ഗറ്റ്സിന്റെ കവർ, ഇതൊക്കെ നമ്മൾ കൂടെ ആകണം. ലെറ്റ്സ് ഓപ്പൺ ഇറ്റ്. 1 2 3 നമ്മുടെ ബാഗിൽ പിന്നെ ലിപ്സ്റ്റിക്കും കൺമിഷൻ ചന്ത് പൊട്ടൊന്നും അല്ല. നിങ്ങൾ അറിയണം, നിങ്ങൾ നമ്മുടെ കൂടെ തന്നെ കൊണ്ട് നടക്കണം. നമ്മൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ വാട്ട്സ് ഇൻ മൈ ബാഗ് മോം എഡിഷൻ ഓഫ് 2 toddlers ആഫ്റ്റർ ദി ട്രാവൽ. ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഇസ് ആദീസ് ലിറ്റിൽ വേൾഡ്. സോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വാട്ട്സ് ഇൻ മൈ ബാഗ് ചെയ്യാനാണ്. നിങ്ങളൊക്കെ ഒരുപാട് വാട്ട്സ് ഇൻ മൈ ബാഗ് കണ്ടിട്ടുണ്ടാകും. അത് എന്താണ് നമ്മുടെ ഹാഷ് പുഷ് ആയിട്ടുള്ള വാട്ട് ഈസ് ഇൻ മൈ ബാഗ്. ഞാൻ പറഞ്ഞത് വാട്ട് ഈസ് ഇൻ മൈ ബാഗ് മോംസ് എഡിഷൻ, അതും ആഫ്റ്റർ ദി ട്രാവൽ. നിങ്ങൾ അറിയണം. 2 പിള്ളേരുടെ അമ്മ, 2 1 പിള്ളേരുടെ അമ്മയായി കഴിഞ്ഞാൽ നമ്മുടെ ബാഗിൽ പിന്നെ ലിപ്സ്റ്റിക്കും കൺമിഷൻ ചന്ത് പൊട്ടൊന്നും അല്ല, വെറൈറ്റി സാധനങ്ങളാണ്. ഓക്കെ, അത് നമ്മൾ ട്രാവൽ ചെയ്യാൻ നേരത്ത് നമ്മൾ അടിപൊളിയായിട്ട് എല്ലാം പാക്ക് ചെയ്ത് വെക്കും. ബട്ട് ആഫ്റ്റർ ദി ട്രാവൽ നമുക്ക് ഈ സാധനങ്ങളൊന്നും, ഇപ്പോൾ നമ്മൾ ഫ്ലൈറ്റിലാണ് അല്ലെങ്കിൽ ട്രെയിനാണ് അല്ലെങ്കിൽ ബസ്സിനാണ്, നമുക്കിത് വേറെ എവിടെയും വെക്കും. ഇത് നമ്മുടെ കൂടെ തന്നെ കൊണ്ട് നടക്കണം. നമ്മൾ 2 പിള്ളേരെ ഉണ്ട്, 2 പിള്ളേരെ എടുക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഈ ബാഗുകൾ 1 2 3 ഉണ്ടാകും. ഇത് നമ്മുടെ കൂടെ തന്നെ നമ്മുടെ സഹചാരിയായിട്ട് നമ്മൾ കൊണ്ടുപോകണം. സോ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ വാട്ട്സ് ഇൻ മൈ ബാഗ് മോം എഡിഷൻ ഓഫ് 2 toddlers ആഫ്റ്റർ ദി ട്രാവൽ. സോ ആഫ്റ്റർ ദി ട്രാവൽ എങ്ങനെയാണ് ഒരു മോം എഡിഷൻ ബാഗ് ഉണ്ടാകുന്നതെന്ന് ഐ വിൽ ഷോ യു. കം, ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. സോ മോം എഡിഷനിൽ 1 അല്ല 2 ബാഗാണ് ഗൈസ്, 2 ബാഗ്. സോ ഫസ്റ്റ് ബാഗ് ഈസ് ദിസ് വൺ. ബാഗിനെ പറ്റി പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. സാധാ നമ്മൾ ഈസി ബൈ നിന്ന് മേടിക്കുന്ന ഒരു ബാഗ്, പക്ഷെ അതിൻ്റെ അകത്ത് അതാണ് നിങ്ങൾ കാണേണ്ടത്. സോ ലെറ്റ്സ് ഓപ്പൺ ഇറ്റ്. ഫസ്റ്റ് തന്നെ ഇത് ഞാനുണ്ടാക്കിയ ബ്രൗണീസാണ്. അത് ഞാൻ ഫ്ലൈറ്റിലാണ് ഇപ്പം യാത്ര ചെയ്തത്. അങ്ങനെ വരുമ്പോൾ എൻ്റെ പിള്ളേർ ഫ്ലൈറ്റിലുള്ളതൊന്നും കഴിക്കത്തില്ല. അന്നേരം ഈ 3-4 ദിവസം ഞാൻ പട്ടിണി കിടക്കുമോ നിങ്ങൾ. അങ്ങനെ ഞാൻ സ്വന്തമായിട്ട് എൻ്റെ കൈ കൊണ്ടുണ്ടാക്കിയ ബ്രൗണീസ്, അത് കുറേ കഴിച്ചു. അപ്പോൾ ബാക്കിയുള്ളതാണ് ഇത്. ടവൽ യൂസ് ചെയ്ത് വാഷ് ചെയ്യാനുള്ള ടവൽ, ഇതൊക്കെ നമ്മൾ കൂടെ ഇറങ്ങണം. ഇട്ടേച്ച് ഊരിയിട്ട ഡ്രസ്സ്, കൊച്ചു സോക്സ് ഇട്ടിട്ട് ഊരിയിട്ട സോക്സ്, മറ്റേ പെയറിൻ്റെ മീൻസ് ഡ്രസ്സിൻ്റെ പാൻസ്, അതെൻ്റെ ചെറുതിൻ്റെ ചെക്കൻ. ഇനിയാണ് കാണേണ്ടത്. ദുബായിൽ നിന്നും മക്ഡൊണാൾഡ്സിൻ്റെ നഗ്ഗറ്റ്സും ഫ്രൈസും മേടിച്ചതാണ്. അതിൻ്റെ ഗാർലിക് മയോണൈസ് സോസ്, ഇതെല്ലാം കളയേണ്ടതാണ് കേട്ടോ. അതിൻ്റെ ടിഷ്യൂ, അതിൻ്റെ സോസസ്, പിന്നെ ഫ്രൈസൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. കഴിച്ചിട്ടില്ല. കാണാം, നിങ്ങളിത് കാണണം. ഇതെല്ലാം കളയേണ്ടത്. പിന്നെ ഇടയ്ക്കൊക്കെയാണ് എനിക്ക് മേടിച്ചെന്ന ചോക്ലേറ്റ്. ദിസ് ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ്. ഇത് ഞങ്ങൾക്ക് എമിറേറ്റ്സിൽ അറിയായിരിക്കും. എമിറേറ്റ്സിൽ നമുക്കിങ്ങനെ അവിടുത്തെ ക്യാബിൻ ക്രൂ നമുക്ക് ചെയ്തു തരുന്ന ഇത്. സോ അത് 1 ഉണ്ട്, 2 ഉണ്ടായിരുന്നു. 1 എൻ്റെ ഉണ്ട്, 2 ടൈം കയറിയതുണ്ട്. ഇത് പറ്റിക്കാനൊരു പാവ. ഇതിന് അടപ്പൊന്നുമില്ലേ? കുടിച്ചിട്ട് ബാക്കി വെച്ച ബോട്ടിലിൻ്റെ അടപ്പൊന്നും കാണുന്നില്ല. അതൊക്കെ മിക്കവാറും ഫ്ലൈറ്റിൽ കിടപ്പുണ്ടാവും. ഫ്രൂട്ട് സ്നാക്സ്, എന്തോ ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയ സാധനം പെറുക്കിയിട്ടതോ വീണതുമായി. ഇത് ഫ്ലാസ്ക്, 1.5-2 ലിറ്ററിൻ്റെ ഫ്ലാസ്ക്. സ്പെഷ്യൽ ടോഡ്ലർ മോം പാൽ കുടിക്കുന്നതാണ്, അപ്പോൾ ചൂടുവെള്ളം കരുതാൻ വേണ്ടിയിട്ട്. ഇത് മക്ഡൊണാൾഡിൻ്റെ ബാക്കി സോസ്. പിന്നെ ആകെ എൻ്റെ എന്നൊക്കെ പറയാനുള്ള ചെറിയൊരു പേഴ്സാണ് ഇതൊക്കെ. എന്താ കണ്ട,
ആ മക്ഡൊണാൾഡ്സിൽ നിന്ന് മേടിച്ച ചിക്കൻ നഗ്ഗറ്റ്സിൻ്റെ കവറ്. വീണ്ടും ഒരു ഫ്രൂട്ട് സ്നാക്ക്. എന്താണിതെന്ന് അറിയത്തില്ല. പൊട്ടിച്ച് നോക്കാം. പൊട്ടിച്ച് നോക്കിയേക്കാം. ഫ്ലൈറ്റിൽ നിന്ന് കിട്ടുന്നതാണ് കേട്ടോ. അയ്യേ, കൊള്ളത്തില്ല. നന്നായി തിന്നാം. എൻ്റെ കുഞ്ഞുമകളുടെ ഒരു ക്ലിപ്പ് ദേവുവിൻ്റെ. ഇടാനുള്ള ഡ്രസ്സായിരുന്നു. അത് ഇട്ടിട്ടില്ല. എന്നാലും കഴുകണം. ഇത് ഇട്ടിട്ടില്ല. പിന്നെ ഇതെൻ്റെ ചെറുതിന് ജലദോഷമായിരുന്നു. അതുകൊണ്ട് എയർപോർട്ടിനകത്ത് നിന്നും മേടിച്ച ഒരു തൊപ്പി ഒക്കെ കഴുകണം. കിട്ടി മറ്റേ കുപ്പിയുടെ അടപ്പ് കിട്ടി ഗായ്സ്. ഇതാണ്ട. ഇതൊക്കെ എങ്ങനെയാണോ ഇതിനകത്ത് വീണ് പോയത്. അയ്യോ, ഇതൊക്കെ എന്താ? സോക്സിൻ്റെ മേടിച്ചതിൻ്റെ വെച്ചേക്കാം. മോശമല്ലേ. സോക്സിൻ്റെ കവർ. പിന്നെ വീണ്ടും ഒരു മുഷിഞ്ഞ ടവൽ. പിന്നെ ഇത് പലതും പല 1, 2, 3 കിടക്കണം. അത് പിന്നെ നേരത്തെ എടുത്തൊരു കൊച്ചു സോക്സിൻ്റെ ബാക്കി ഭാഗം എല്ലാം കഴുകാനുള്ള. അതെ, കണ്ട, യൂസ് ചെയ്ത ടിഷ്യൂ പേപ്പർ. പിന്നെ ഇത് വേറൊരു സോക്സ്, മോംസ് എഡിഷൻ. ഇതെല്ലാം എല്ലാം ഓരോന്നേ ഉള്ളൂ. എല്ലാം വേറെ. പിന്നെ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ബാക്കി പാത്രങ്ങളായിട്ട് ഇതിനകത്ത് പൊട്ടിക്കിടക്കണത്. പിന്നെ ഇതിൻ്റെ ഉള്ളു വശം നിങ്ങൾ കണ്ടാൽ നിങ്ങൾ ഞെട്ടിത്തരിക്കും. അങ്ങനെ പാൽപ്പൊടിയും ഈ പറയുന്ന സാധനങ്ങളെല്ലാം വീണിട്ട് കിടക്കുന്നത്. പിന്നെ ഒരു കുഞ്ഞു കള്ളിയുണ്ട്. അതിനകത്ത് എന്നാണോ എന്തോ ഭാഗ്യം ഉപയോഗിക്കാത്ത ഒരു ജോഡി സോക്സ് ഉണ്ട്. അങ്ങനെ എൻ്റെ ഒരു ബാഗ് തീർന്നിരിക്കുന്നു. ഇത് മനസ്സിലാക്കണം. ഇത് ഇങ്ങനെ നമ്മൾ കൊണ്ടു നടക്കണം. നമുക്ക് ഈ ട്രാവലിൻ്റെ ഇടയ്ക്ക് ഇതൊന്നും ഡീക്ലട്ടർ ചെയ്യാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ ബാഗ് അടക്കം കഴുകണം. പോട്ടെ. അടുത്ത സെക്കൻഡ് വൺ. ഇത് ഞാൻ സാംബിയയിൽ നിന്നും, ഞാനല്ല, എൻ്റെ കെട്ടിയോ മേടിച്ചാണ്. കെട്ടിയോൻ്റെ ഈഗോയുടെ പുറത്ത് എന്തോ $10 സാധനം മേടിച്ചിട്ട് ആ കടക്കാർ ബാക്കി ഡോളർ കൊടുത്തത് ചുളുങ്ങിപ്പോയെന്നും പറഞ്ഞിട്ട് ബാക്കി പൈസയ്ക്ക് മേടിച്ച ബാഗാണിത്. പക്ഷെ ഭയങ്കര യൂസ്ഫുള്ളായി എനിക്ക്. ഓപ്പൺ ചെയ്ത് നോക്കാം. സോ ലെറ്റ്സ് ഓപ്പൺ സെക്കൻഡ് ബാഗ് ഓഫ് മോംസ് എഡിഷൻ ടോഡ്ലർ ആഫ്റ്റർ ദി ട്രാവൽ. മെഡിസിൻ ബോക്സ് മസ്റ്റാണ്. എൻ്റെ പിള്ളേർക്ക് 2 പേർക്കും ജലദോഷമായിരുന്നു. അതെങ്ങനെയാണ്? യാത്ര ചെയ്യാൻ തുടങ്ങുമ്പോൾ എവിടുന്നെങ്കിലും ഇല്ലാത്ത അസുഖങ്ങളെല്ലാം വരും. അതായത് ഞാൻ മുടി വെട്ടിയിട്ടാ 10 കൊല്ലത്തിന് ശേഷം ഞാൻ മുടി പൊടിച്ചു. അതുപോലെ ഇതൊക്കെ ഇവർക്ക് പറ്റിക്കാൻ വേണ്ടി ഞാൻ ആഫ്രിക്കേനെ മേടിച്ച് കഴിച്ച ബാക്കി ഇനി ഉണ്ട് കേട്ടോ അതിനകത്ത്. ചോക്ലേറ്റ് ബബ്ലി. വിശപ്പും ഉറങ്ങും ഒക്കെ ചെയ്യും. എങ്ങാനും ഫ്ലൈറ്റിൽ നിന്ന് ഉറങ്ങിയില്ലെങ്കിൽ ലേശം കൊടുത്താൽ ഉറങ്ങിക്കോളും. എന്താണെന്ന് നോക്കണ്ട കേട്ടാ. വിശപ്പിനുള്ള മരുന്നാണ്. അപ്പം അതങ്ങനെയൊക്കെ. എൻ്റെ തൈറോയിഡിൻ്റെ മരുന്ന്, മൂക്കിലൊഴിക്കാനുള്ള മരുന്ന്, ഡയപ്പർ റാഷ് വന്നാൽ തേക്കാനുള്ള മരുന്ന്, ഇത് വേറെ ഒരു ചോക്ലേറ്റ് പൊട്ടിക്കാത്തത്, പിന്നെ പനിച്ചാൽ നോക്കാൻ തെർമോമീറ്റർ, പിന്നെ പാരസെറ്റമോളിൻ്റെത് ഒരു ഓൾറെഡി ക്യാപ്പൊക്കെ റിമൂവ് ചെയ്തൊക്കെ അത്യാവശ്യം വന്നാൽ ഇങ്ങനെയൊക്കെ ചെയ്യണ്ടേ. അയ്യോ, ഇത് ലീക്കായി. ഇത് ജലദോഷത്തിൻ്റെ മരുന്ന് എല്ലാം കഴുകണം. പിന്നെ അല്ലറ ചില്ലറ ക്ലിപ്പ്, ഇതേ ബാം. വേദന വന്നാൽ വലിയവരുടെ ജലദോഷത്തിൻ്റെ മെഡിസിൻ, വലിയവരുടെ തലവേദനയുടെ മെഡിസിൻ, പിന്നെ എന്തോ കാഡ്ബറി ഷോട്ട്സ് ചോക്ലേറ്റ്, പിന്നെ പിള്ളേരുടെ വേപ്പർ റബ്ബ്. ഇതൊക്കെ വളരെ അത്യാവശ്യം. യാത്ര ചെയ്യുമ്പം ഇതൊന്നും ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. എന്തിനാണെന്നൊക്കെ ഓർക്കും, പക്ഷെ അമ്മമാർക്ക് ഇതറിയും. ഈവൻ നെയിൽ കട്ടർ വരെ ഉണ്ട്. അങ്ങനെ ഒരു മെഡിസിൻ ബോക്സ്. അതിനകത്ത് മെഡിസിൻ അല്ല, ചോക്ലേറ്റ് അടക്കം എല്ലാം ഉണ്ട്. പിന്നെ അടിപൊളിയാണ്. ഇത് ഞങ്ങൾക്ക് എമിറേറ്റ്സിൽ നിന്ന് മക്കൾക്ക് പിള്ളേർക്കുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഒരു കിറ്റാണിത്. ഇതിനകത്ത്
ഇത് നമുക്ക് ഇപ്പം ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ വിരിക്കുന്ന ഒരു ഷീറ്റാണ്, അതുണ്ട്. പിന്നെ എന്തോ കവർ, മേ ബി ഡയപ്പർ കളയാനുള്ളൊരു കവർ. പക്ഷെ ഇതിനകത്ത് വേറെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു, അതൊന്നും കാണുന്നില്ല. അന്നേരം എല്ലാം തപ്പു എടുത്ത് കളയ. ഇത് എമിറേറ്റ്സിൽ നിന്ന് രണ്ടാമത്തെ സമയം കയറിയപ്പോൾ എമിറേറ്റ്സിൽ നിന്ന് കിട്ടിയ ഒരു ടോയ് ആണ്. ഇതിങ്ങനെ തന്നെ കയറിപ്പോവും, ഇങ്ങനെ വലിച്ചിട്ട് കട 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 കട. എനിക്ക് തോന്നുന്നു ഇത് പിള്ളേർക്ക് കിട്ടുമ്പം അവരെക്കാൾ എക്സൈറ്റ്മെൻറ്റ് എനിക്കാണ്. എല്ലാം എടുത്ത് വെക്കും, കരയുമ്പോൾ എടുത്ത് കൊടുക്കും, അപ്പം എറിയും, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇതും എമിറേറ്റ്സിൽ നിന്ന് കിട്ടിയ പിള്ളേർക്കുള്ള ഒരു നല്ല ബ്ലാങ്കറ്റ് പോലെ നല്ല സെറ്റപ്പാണ്, നല്ല സോഫ്റ്റാണ്, സൂപ്പറാണ്. പിന്നെ ഇതും കിറ്റിനകത്തുള്ളതായിരുന്നു മക്കൾക്ക് കിട്ടുന്നത്. ഇതൊക്കെ ശരിക്കും മക്കൾക്ക് കിട്ടിയാൽ മക്കൾക്ക് എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല, എനിക്ക് മാത്രമാണ് എക്സൈറ്റ്മെൻറ്റ്, എനിക്ക് മാത്രം. എൻ്റെ കെട്ടിയും ചോദിക്കും എന്തുവാണ് ഇത്, നിങ്ങൾ കാണണം. ഞങ്ങൾക്കൊരു ചേച്ചി ഉണ്ട് ലുസാക്കിയല്ല, മായ ചേച്ചി എനിക്ക് കുറച്ച് ഇതിനകത്ത് എടുത്തു കേട്ടോ. മായ ചേച്ചി എനിക്ക് പിള്ളേർക്കും എനിക്കല്ല പിള്ളേർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പൊറോട്ട പാക്ക് ചെയ്ത് തന്ന് വിട്ടതാണ്. ഇത് എന്താണെന്നറിയോ, ഞായറാഴ്ച, ഇന്ന് തിങ്കൾ ചൊവ്വ. അങ്ങനെയുണ്ട്, സൂപ്പറല്ലേ? ഇതൊക്കെ കിടക്കുക, ഇതൊന്നും നമുക്ക് ഇടയ്ക്കിടത്ത് കളയാൻ പറ്റില്ല. ഇതെന്തിനോ ഒരു കവറുണ്ട്. അയ്യോ, ഞായറാഴ്ച എങ്ങാണ്ട് കുടിച്ച പാലാ ഇതിനകത്തുണ്ട്. ഇതൊക്കെ എനിക്ക് കളയി തന്നെ, വേറെ നാട്ടിൽ നിന്ന് മേടിക്കാം. വെറ്റ് ടിഷ്യൂ മസ്റ്റ് വെറ്റ് ടിഷ്യൂ. ഇവർ ചോക്ലേറ്റ് തിന്നും, അത് തിന്നും, അവിടെ കൊണ്ടേ കൈവെക്കും, ഇവിടെ കൊണ്ടേ കൈയിടും. അപ്പം എല്ലാം ഇത് ഇങ്ങനെ എടുക്കുക തൂക്കുക ഇത് തന്നെ പണി. ഇനി ചിലപ്പം കുറേ എണ്ണം ഇതിനകത്ത് കിടപ്പുണ്ടാവും. എൻ്റെ ചെറുതിൻ്റെ ഷൂസ്, ഇതൊക്കെ ഇതിനകത്താണോ? ചെറുതിൻ്റെ ഷൂസ്. പിന്നെ വേറൊരു സാധനം എമിറേറ്റ്സിൽ നിന്ന് കിട്ടിയതാണ് കളിക്കാൻ. എനിക്കല്ല പിള്ളേർക്ക്, എന്തുവാണോ എന്തോ, ഓപ്പണൊന്നും ചെയ്യില്ലല്ലോ, എന്തോ കളിക്കുന്ന സാധനം. സൂപ്പറല്ലേ, നല്ല ക്യൂട്ടല്ലേ? 32 വയസ്സായ തള്ളയ്ക്കാണത് സൂപ്പർ, പിള്ളേർക്കതൊന്നും. പിന്നെ ഇത് കൊണ്ടുവന്ന മരുന്ന് തീർന്നിട്ട് ഞാൻ ലുസാക്കയിൽ നിന്നും തപ്പി പിടിച്ച് മേടിച്ച ജലദോഷത്തിൻ്റെ മരുന്ന്, കുറേ അതിൻ്റെ കവറാണ്. എവിടുന്നോ മേടിച്ചൊരു ലേസ് തിന്നിട്ട് ബാക്കി ഉള്ളത് ഇച്ചിരി ഉണ്ട്. അപ്പോൾ കളയാൻ പറ്റത്തില്ല, കളയാൻ സമ്മതിക്കുകയല്ല. പിന്നെ ചോദിക്കും രാത്രിയിലെങ്ങാനും എൻ്റെ ലേസ് എവിടെ എന്ന് ചോദിച്ചാൽ ഞാൻ കൊടുക്കണ്ടേ. ഇത് ഞാൻ ഡിസ്പോസിബിൾ സിറിഞ്ചായി, അത് ഇഞ്ചക്ഷൻ ഒന്നും വെക്കാനല്ല, മരുന്ന് കൊടുക്കാൻ. ഈ കുഞ്ഞ് 1 മില്ലിയുടെ ഇതിനൊന്നും എടുത്തോണ്ട് നിങ്ങൾ കുടിക്കല്ലോ, ഇതൊരു എടുക്കുന്നു, കൊടുക്കുന്നു, തീർന്ന്. എളുപ്പമായിട്ടോ അത്, ടിപ്പ്. ഓക്കെ ഫൈൻ. നെക്സ്റ്റ് വൺ. ഇത് എന്തത്? ഇത് ഈ ബാഗ് മേടിച്ചപ്പം അത് ഇട്ട് കിട്ടിയ മറ്റൊരു ബാഗ്. ഇതൊക്കെ കുറേ ഈ മറ്റേ ഫ്ലൈറ്റിൽ നിന്ന് കിട്ടുന്നതാണ്. ടേബിൾ ക്രാക്കർ, സാവറി മിക്സ് എന്നൊക്കെ പറഞ്ഞ് ഫ്ലൈറ്റിൽ നിന്ന് കിട്ടുന്ന എന്തൊക്കെയോ സ്നാക്സാണ്. അതാ ഏതോ ഒരു സോക്സിൻ്റെ ജോഡി, കുഞ്ഞു സോക്സ്. പിന്നെ ഇത് ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയൊരു ഡയറി മിൽക്കിൻ്റെ ടോപ്പ് ഡെക്ക് എന്ന് പറയുന്ന ഒരു ചോക്ലേറ്റ്, സൂപ്പറാണ്. ഇതെന്നാടാ? ഇത് വാട്ടർ വൈറ്റ്സ്. ഇത് കിറ്റിനകത്തുള്ള എമിറേറ്റ്സിൽ നിന്ന് തന്ന, പറയാതിരിക്കാൻ വയ്യ. ഇപ്രാവശ്യം എമിറേറ്റ്സ് സൂപ്പറായിരുന്നു, നല്ല ഫുഡും എനിക്കിഷ്ടപ്പെട്ടു. വീറ്റ് വേർത്തിൻ്റെ ഒരു ബിസ്ക്കറ്റാണ്, ഒന്നും തിന്നാൻ കൊള്ളിയല്ല, അതൊന്നും സത്യം പറഞ്ഞാൽ കൊള്ളത്തില്ല കേട്ടാ. എനിക്ക് എന്തിനാണ് ബാഗിൽ എടുത്തിട്ടേക്കണം? ഇതൊക്കെ നിങ്ങൾ പെറുക്കിയിടുന്ന നർച്ചറിങ് ക്രീം വിത്ത് ആൽമണ്ട് ഓയിൽ കിഡ്സിന്. ഇത് എമിറേറ്റ്സിൽ നിന്ന് തന്നതാ, സൂപ്പറാ, പൊട്ടിച്ചിട്ടില്ല, നല്ല മണം. അടുത്തത് ഇത് ബി കൈൻഡ് കാരമൽ ആൽമണ്ട് സീ സാൾട്ട് ഒക്കെ വെച്ചിട്ടുള്ള ഒരു സ്നാക്കാണ്, എല്ലാം ഫ്രം ഫ്ലൈറ്റ്. ഇതൊരു എമിറേറ്റ്സിൽ നിന്ന് ഒരു സ്പൂണാണ്. എമിറേറ്റ്സിൻ്റെ ഇതൊക്കെയുണ്ട്, ലോഗോ ഒക്കെ ഉണ്ട്,
നല്ല രസമുണ്ടല്ലേ? എനിക്കാണ് എക്സൈറ്റ്മെൻറ്റ്, എനിക്ക് മാത്രമാണ് എക്സൈറ്റ്മെൻറ്റ്. ഇത് ഒരു ചോക്ലേറ്റ് ആട്ടാ, നമുക്ക് തിന്ന് നോക്കാം. ഡാർക്ക് ചോക്ലേറ്റ് ആണോ അറിയത്തില്ല, കഴിച്ചു നോക്കട്ടെ. നല്ല മിൽക്ക് ചോക്ലേറ്റ്, സൂപ്പറാണ്. ഇത് എമിറേറ്റ്സിൽ നിന്ന് എൻ്റെ മൂത്തതിന് വരയ്ക്കാൻ കൊടുത്ത കുറേ കളർ പെൻസിൽ, ബുക്ക് കൊടുത്തു, അതൊക്കെ അപ്പം തന്നെ വരച്ച് ഊത്തി കളഞ്ഞു. ബാക്കി പെൻസിൽ ഇട്ടേക്കുക. അത് പിന്നെ ഒരു ചോക്ലേറ്റ്. ഇവർ എമിറേറ്റ്സ് പിള്ളേർക്ക് ചുമ്മാ ചോക്ലേറ്റ് കൊടുത്തോണ്ടിരിക്കും. പിള്ളേർ കഴിക്കണം, നമ്മൾ കഴിക്കും. എടാ തീർന്നടാ. പിന്നെ ഇച്ചിരി മറ്റേ ലാക്ടോജൻ്റെ ഒരു പാൽക്കുപ്പി ഉണ്ടായിരുന്നു, പാൽപ്പൊടിയുടെ. അത് കൊച്ചിന് കൊടുക്കാനെടുത്തു. ഇതിനകത്തും അത് നിറച്ചും പൊടിയാണ്, കഴുകണം. സോ അത് സാമ്പിയൻ ബാഗാണ്, സൂപ്പർ അല്ലേ? സാമ്പിയ. സോ ഇതാണ് വാട്ട്സ് ഇൻ മൈ ബാഗ് ഓഫ് മോംസ് എഡിഷൻ. ഇങ്ങനെ തന്നെ ആയിരിക്കും എല്ലാ അമ്മമാരും. ഇത് തുറന്ന് കാണിക്കുന്നില്ല എന്ന് മാത്രം. നമ്മളിങ്ങനെ അമ്മമാർ ബാഗ് പിടിച്ചുകൊണ്ട് പോകുന്നു എന്നല്ലേ കാണുന്നുള്ളൂ. നമ്മൾ എടുക്കുമ്പോൾ ഇതിനകത്ത് നല്ല ഡയപ്പർ അതെന്നൊക്കെ പറഞ്ഞ് നല്ല സെറ്റാക്കി എല്ലാം വെക്കും. ഒരു ട്രാവൽ കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോൾ ഇതാണ് അവസ്ഥ. എല്ലാവരുടെയും അവസ്ഥ ഇങ്ങനെ തന്നെയാടാ. ഡയപ്പറൊക്കെ പിന്നെ ഫ്ലൈറ്റിൽ കളയാൻ സ്ഥലമുള്ളത് കൊണ്ട് കളഞ്ഞു. അല്ലെങ്കിൽ ചിലപ്പോൾ ഡയപ്പർ അടക്കം ഇതിനകത്തുണ്ടാവും, ഈവൻ ബസ്സിനൊക്കെ ട്രാവൽ ചെയ്യുന്നെങ്കിൽ. സോ ദിസ് ഈസ് മോംസ് എഡിഷൻ ട്രാവൽ ബാഗ്. അടുത്ത വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണുന്നത് വരെ, അൻറ്റിൽ ദെൻ ബൈ ഫ്രം ആദീസ് ലിറ്റിൽ വേൾഡ്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ, ഡു സബ്സ്ക്രൈബ്, ഷെയർ, ബെൽ ബട്ടൺ ഒന്ന് അമക്കുക. സോ സീ യു നെക്സ്റ്റ് ടൈം. ബൈ.